ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ നിങ്ങൾക്ക് നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പി വേണോ? കപ്പി കാച്ചിലോ ഒന്നും ഇല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾ ഇനിയും അപ്പം ശരിയായില്ല എന്നുള്ളൊരു പരാതി പറയത്തില്ല. കണ്ടില്ലേ എന്ത് നല്ല സോഫ്റ്റായിട്ട് നല്ല വൈറ്റ് കളറിൽ അപ്പവും. ഇത് ഫിഷ് നിർവാണയാണ്. അത് ഞാൻ ബുധനാഴ്ച ഇതിൻ്റെ റെസിപ്പി കാണിക്കാമേ. അപ്പം ഈസ്റ്ററിന് നിങ്ങൾ ഈ 2 റെസിപ്പിയും നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ, നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാതിരിക്കത്തില്ല. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കള്ളൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തേങ്ങയുടെ വെള്ളത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കലക്കി വെക്കുകയാണേ. അത് ഒരു 6-8 മണിക്കൂർ കഴിയുമ്പോഴേക്കും അതിന് ചെറിയൊരു കള്ളിൻ്റെ ഒരു മണം വരും. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്കൂർ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഞാൻ അപ്പത്തിന് അരയ്ക്കാനായിട്ട് നമുക്ക് കുതിർത്ത് വെക്കണമല്ലോ. അതിനായിട്ട് നല്ല പച്ചരി എടുത്തിട്ടുണ്ട്. പശയൊന്നും ഇല്ലാത്ത 1.5 കപ്പ് പച്ചരി എടുത്തിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് ഒന്ന് ഞെരടി കഴുകിയിട്ട് ഒരു 8 മണിക്കൂർ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുതിർത്ത് വെക്കണം. മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണേ. കാരണം നമ്മൾ ബേക്കിംഗ് സോഡ ഈസ്റ്റ് ഒന്നും ചേർക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ നേരം കുതിർത്ത് വെക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ കുതിർത്ത് വെച്ചിട്ട് ഒരു 8 മണിക്കൂർ 9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കെടുത്ത് ഒന്നുകൂടൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ അരയ്ക്കാൻ വേണ്ടത് 1 കപ്പ് ഫ്രഷായിട്ട് ചെറിയ തേങ്ങയാണ്. അതിൻ്റെ തേങ്ങയുടെ ബ്രൗൺ പാർട്ടൊന്നും ഇതിനകത്ത് വരാതെ നോക്കണേ. അങ്ങനെ 1 കപ്പ് തേങ്ങയും ഈ അരിയും കൂടെ നമ്മൾ ആദ്യം ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അതുപോലെ അരയ്ക്കുമ്പം പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഉപയോഗിക്കണേ. നമ്മൾ അരിയും തേങ്ങയും കൂടെ അരച്ച് കഴിഞ്ഞ് അതേ ജാറിലോട്ട് തന്നെ ഞാൻ ഒരു 1/2 കപ്പ് ചോറ് എടുക്കുകയാണ്. വെന്ത ചോറ് എടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങ് അരച്ചെടുക്കുകയാണ്. ആദ്യം അരച്ച അരിയുടെയും തേങ്ങയുടെയും കൂട്ടിലോട്ട് നമ്മൾ രണ്ടാമതരച്ച് ചോറ് വെള്ളമിട്ട് അരച്ചല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തു. 3 ടേബിൾ സ്പൂണ് ലെവലായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുളിപ്പിക്കാൻ വെച്ചിരുന്ന തേങ്ങാ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളവും കൂടി അതിനകത്തോട്ട് ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഒരിച്ചിരി പോലും കട്ടയില്ലാതെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് നിറയെ ഹോൾസൊക്കെ ആയിട്ട് വരും കേട്ടോ. നമ്മളിങ്ങനെ ദോശ പോലെ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അപ്പവും സൈഡിൽ ലേസുള്ള അപ്പവും 2 രീതിയിലുള്ള അപ്പത്തിനും ഇത് നല്ല ഒന്നാന്തരം ബാറ്ററാണ്. നിങ്ങളിത് ട്രൈ ചെയ്യാതിരിക്കല്ലേ. അതുപോലെ എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന റെസിപ്പീസ് ഉണ്ട്. പിന്നെ ബുധനാഴ്ച ഞാൻ ഫിഷ് നിർവാണയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ലൊരു പുഡിങ്. അപ്പോൾ എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോവില്ലേ. ഇപ്പോൾ ഇതേ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഫെർമെൻറ്റ് ചെയ്ത് വന്നല്ലോ. നല്ല സോപ്പ് പത പോലെ ആ പാത്രം നിറച്ചും ഇങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് അടച്ചു വെക്കുമ്പം ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് വേണം കൊടുക്കാൻ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ആയിപ്പോകും കേട്ടോ. എൻ്റെ ആ അടപ്പിൻ്റെ മുകളിൽ ചെറിയൊരു ഹോളുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർത്ത് അടച്ചിരുന്നു. ഇനി നിങ്ങൾ 2 രീതിയിലുള്ള അപ്പവും ഉണ്ടാക്കുന്നത് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് അപ്പം ഒന്നും ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരേണ്ട ആവശ്യമില്ല എന്നറിയാം. എന്നാലും അതുകൊണ്ട് ഉണ്ടാക്കി കാണിച്ചില്ലല്ലോ എന്ന് പരാതി പറയരുത്. അതുകൊണ്ട് മാത്രം ഞാൻ 1-2 എണ്ണം ഒന്ന് കാണിക്കുന്നുള്ളതേ ഉള്ളേ. ഇപ്പോൾ ഇതേ കണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ട് നല്ല വെള്ള നിറത്തിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ല. അതുപോലെ ഫിഷ് നിർവാണ ഷെഫ് പിള്ളയാണ് ആദ്യമായിട്ട് ഫിഷ് നിർവാണം ഉണ്ടാക്കി നമ്മൾ കേൾക്കുന്നത്. ഞാനങ്ങനെ വലിയ ട്രെൻഡിങ് ആയിട്ട് നിന്നപ്പോഴൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള വ്യത്യാസം വരുത്തിയിട്ട് ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ടുള്ള ഒരു കറിയില്ല. പക്ഷേ ഞാൻ വെറുതെ പറയുകയല്ല, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിക്ക് ഇത്ര ടേസ്റ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതുപോലെ നല്ലതാണ്. അപ്പം നിങ്ങൾ ഒറ്റ പ്രാവശ്യമെങ്കിലും അതൊന്ന് ട്രൈ ചെയ്യാതിരിക്കല്ലേ. ഞാൻ നിങ്ങളെ അപ്പം കുറേ കൂടെ ക്ലോസ് ആയിട്ടൊന്ന് കാണിക്കാമേ. ദേ കണ്ടല്ലോ നിങ്ങൾ നിറയെ ഹോൾസൊക്കെ വന്നിട്ട്. അതുപോലെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്, എല്ലാവരും വന്ന് കമൻസൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പലരും ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്. അത് നിങ്ങൾ മറക്കുന്നതാണെന്നറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്